കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുത്തതിൽ പ്രതിഷേധവുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് അവാർഡ് ജൂറി അവഹേളിച്ചതെന്നും വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ആയുധമായി ചലച്ചിത്രത്തെ സംഘപരിവാർ മാറ്റുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ബി.ജെ.പി. സർക്കാർ ലക്ഷ്യമിടുന്നത് വിദ്വേഷ ക്യാമ്പയിനാണെന്നും പുരസ്കാരം നൽകിയത് അംഗീകരിക്കാനാകില്ലെന്നും വി.ഡി. സതീശനും പ്രതികരിച്ചു. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോഴേ ഉറപ്പായിരുന്നു ഇതിൽ വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന്. ഇപ്പോൾ ആ പ്രതിഷേധത്തിലേക്ക് മുഖ്യമന്ത്രിയും വി.ഡി. സതീശനും അതിൽ തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇരുവരും പ്രതികരിച്ചിരിക്കുന്നത്? ഏതു തരത്തിലാണ് പ്രതിഷേധം ഉയരുന്നത്? കേരള സ്റ്റോറിക്ക് ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഒരേ സ്വരമാണ് ഇതിനെതിരെ ഉയരുന്നു എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രതിഷേധം കൂടിയാണ്. കാരണം കേരള സ്റ്റോറി വന്ന ആ സാഹചര്യത്തിൽ കേരളത്തെ എത്രത്തോളം അവഹേളിക്കുന്നതാണ്, വസ്തുതാവിരുദ്ധമാണ് ആ ഒരു സിനിമയിലെ വിവരങ്ങളെന്ന് നമ്മൾ അന്ന് തന്നെ കണ്ടതാണ്. പ്രതിഷേധം ഉയർന്നു. അതിന്റെ ഒരു തുടർ എന്ന നിലയിൽ തന്നെയാണ് ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നത്. എന്തായാലും ശക്തമായ ഭാഷയിൽ തന്നെയാണ് നേതാക്കൾ ഇതിനെ എതിരെ രംഗത്ത് വരുന്നത്. വർഗീയ അജണ്ട നടപ്പാക്കുന്നതിന് വേണ്ടി ചലച്ചിത്രത്തെ മാറ്റാനുള്ള സംഘപരിവാർ അജണ്ടയാണ്, അത് അത്തരം ശ്രമങ്ങളാണ് ഇതിലൂടെ പുറത്തു വരുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. ഇതിനായി കേരളത്തിന്റെ ശബ്ദം ഉയരണം, ആളുകൾ അണിനിരക്കണം എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ഇന്ത്യൻ സിനിമയുടെ ശ്രേഷ്ഠ പാരമ്പര്യത്തെയാണ് ഇത്തരം ഒരു സിനിമയ്ക്ക് അവാർഡ് നൽകിയതിലൂടെ അവഹേളിച്ചിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി സോഷ്യൽ മീഡിയയിലൂടെ പ്രസ്താവനയിലൂടെ പറയുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് ഇതൊരു സംഘപരിവാറിന്റെ ബി.ജെ.പിയുടെ വിദ്വേഷ ക്യാമ്പയിനാണ് പുറത്തു കാണിക്കുന്നതെന്ന് പറയുന്നു. ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരേണ്ടതുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഒരിക്കലും കേരള സ്റ്റോറിക്ക് ഇത്തരത്തിലൊരു അവാർഡ് ലഭിച്ചതിന് അംഗീകരിക്കാനാവില്ല എന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മന്ത്രിമാരും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമയുടെ മഹത്തായ പാരമ്പര്യത്തിന് തന്നെ അപമാനമാണ് കേരള സ്റ്റോറിക്ക് ഇത്തരത്തിലൊരു അവാർഡ് കൊടുത്തത്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണം എന്നൊരാവശ്യവും മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം പ്രാഥമിക ഒരു റെസ്പോൺസ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും മറ്റു മന്ത്രിമാരുടെയൊക്കെയാണ് ഉയർന്നു വരുന്നത്. എന്തായാലും സ്വാഭാവികമായും സിനിമാ രംഗത്തു നിന്നുള്ള ആളുകളുടെയും മറ്റ് സാമൂഹിക രംഗത്തു നിന്നുള്ള ആളുകളുടെയും വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ വരുന്ന മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.